ഇന്ന് നമുക്ക് കുറച്ച് വ്യത്യസ്ത തരം ഫ്രൂട്ട്സ് കണ്ടാലോ? ആദ്യമായി കാണാൻ പോകുന്ന ഈ ലോങ്കനാണ് കേട്ടോ. ഈ ലോങ്കൻ്റെ ചെറിയ കായാണ്. അതിൻ്റെ അകത്തുള്ള സീഡ് നോക്കിക്കേ, ഇത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് റംബൂട്ടാൻ പോലെ അധികം കഴമ്പൊന്നുമില്ല, എന്നാലും ടേസ്റ്റുള്ള ഒരു പഴമാണ് കേട്ടോ ഈ ലോങ്കൻ. ഇതാണ് ലോങ്കൻ. അധികം കഴമ്പൊന്നും ഇതിനകത്തില്ല, എന്നാലും ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന എല്ലാ ചെടികളുടെയും നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾ ഏതൊക്കെ കഴിച്ചിട്ടുണ്ട്, ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറഞ്ഞേ. എൻ്റെ ഇഷ്ടപ്പെട്ട ഫുഡ് ഞാൻ പറയാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്ന ഈ ലോങ്കനാണ്. ഇഷ്ടംപോലെ ഒരു കായുണ്ട്. ദേ ഇതാണ് മരമുന്തിരി അഥവാ ജബോട്ടിക്കാവ. നല്ല ടേസ്റ്റ്, മുന്തിരിയുടെ അതേ ടേസ്റ്റ് ഉണ്ട് ഈ ഒരു മരമുന്തിരിയുടെ ഈ ജബോട്ടിക്കാവ ഈ ഒരു കായ്ക്ക്. അപ്പോൾ നമുക്ക് മുന്തിരി വിഷം അടിച്ചാൽ കൂടുതലും വരുന്നത്. അപ്പോൾ നമുക്കിത് സേഫായിട്ട് കഴിക്കാം, യാതൊരു വിഷവും ഇല്ല. നിറയെ ഇങ്ങനെ ഉണ്ടായിരിക്കും. ഇത് കണ്ടോ, ഇങ്ങനെ മരമുന്തിരി എന്നൊരു പേര് പോലെ തന്നെ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ ആ മരത്തിൻ്റെ എല്ലാ കമ്പിലും ഉണ്ടായി കിടക്കും. ഇപ്പോൾ കുറേ ഉണ്ടായി പോയി, കുറച്ചൊക്കെ പച്ച കിടക്കുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന പഴുത്ത് നമ്മൾ പറിച്ചെടുത്തു. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന ഫ്രൂട്ട്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മരമുന്തിരി അഥവാ ജബോട്ടിക്കാവയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യണത് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് എന്നുള്ളത് നിങ്ങളുടെ. മരമുന്തിരി കണ്ടില്ല, നല്ല ടേസ്റ്റ് ആട്ടോ. ഈ ഒരു കുറച്ചുകൂടി കറുത്ത കളർ വരും തോണ്ട്. ഇപ്പം നമ്മൾ റെഡ് കളറിലല്ലേ, അപ്പം ഞങ്ങൾ ഇത് പറിച്ച് കഴിച്ച് നോക്കി, പക്ഷേ നല്ല ടേസ്റ്റാണ്. കുറച്ചുകൂടി റെഡല്ല ഈ കറുപ്പ് നിറം കണ്ടോ. കുറേയൊക്കെ ഇതിൽ കിടന്ന് പഴുത്ത് പോയി. നമ്മളിത് കുറച്ച് പറിക്കാൻ വയ്യപ്പോൾ തന്നെ കുറേയൊക്കെ ഇതിൽ തന്നെ കിടന്ന് പഴുത്തു. പിന്നെ ഉറുമ്പ് ശല്യമൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ നേരത്തെ പറിച്ചെടുക്കണം, അല്ലെങ്കിൽ ഉറുമ്പ് കഴിക്കും. പിന്നെ ഇത് കണ്ടില്ല, ഇത് നമ്മൾ സീതപ്പഴം അഥവാ ആത്തപ്പഴം എന്നൊക്കെ പറയുന്ന വെറൈറ്റി ആയിട്ടുള്ള നല്ല ഗുണമുള്ളൊരു പഴമാണ് ഈ സീതപ്പഴം. അപ്പോൾ സീതപ്പഴം ഒരു 3-4 ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പഴുത്ത് നോക്കി പറിച്ചെടുത്തു കേട്ടോ ഇതേ സീതപ്പഴം. പിന്നെ എവിടെ പോയാലും ഈ കാന്താരി കണ്ടാൽ വിടില്ല, പറിക്കാണ്ട് പോകാൻ തോന്നില്ല. അതുകൊണ്ട് കാന്താരിയും കുറച്ച് പറിച്ചെടുത്തു. ശരിക്കും പിന്നെ ഫ്രൂട്ട്സ് പറിക്കാൻ വേണ്ടി വന്നതാണ്, എന്നാലും കാന്താരി കണ്ടപ്പോൾ അത് വിടാൻ തോന്നിയില്ല. അപ്പോൾ അതും കുറച്ച് പറിച്ചു. നല്ല പഴുത്ത് നിൽക്കുന്ന കാന്താരി അല്ലേ. അപ്പോൾ പലയിടത്തും ഇപ്പോൾ ലുലുവിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ കുപ്പിയിലാക്കി വിൽക്കാൻ വെച്ചിട്ടുണ്ട്, ഉണക്കിയും അല്ലാണ്ട് ഉപ്പിലിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ചിക്കു ആട്ടോ. ചിക്കുൽ ഉണ്ടായിട്ടില്ല, പക്ഷെ നമ്മുടെ വീട്ടിലെ പറമ്പിൽ ചിക്കു നിറയെ ഉണ്ടായിട്ടുണ്ട് ഇത്തവണ. ഇത് നമ്മുടെ വേറെ പറമ്പാട്ടോ. പിന്നെ ഇത് ഈ ഒരു ഇത് കണ്ടോ, ഇതാണ് എടുത്ത് പറയേണ്ട ഒരു ലെമൺ, അതായത് സീഡ്ലെസ് ലെമണാണിത്. ഈ സീഡ്ലെസ് ലെമൺ പലരും വിചാരിക്കും ഒരു ഉപയോഗമില്ല, സാധാ ലെമൺ ആണെങ്കിൽ പിഴിഞ്ഞെങ്കിലും കഴിക്കും. ഇത് പിഴിയാനും പാടാം, കാരണം അതിൻ്റെ തൊണ്ടിന് ഭയങ്കര കട്ടിയാണ്. പക്ഷേ ഇതിൻ്റെ ഉപയോഗം അറിയാവുന്നവർക്കറിയാം, ഇത് ഭയങ്കര ഉപകാരമുള്ളൊരു എന്താ പറയുക ഒരു ഫ്രൂട്ടാണത്. ഇതിൻ്റെ ഒരു പകുതി തൊണ്ട് കളഞ്ഞിട്ട് ഇത് ജ്യൂസ് അടിക്കുക ഏറ്റവും നല്ല, കാരണം തൊണ്ടിന് അത്യാവശ്യം കട്ടിയുണ്ട്. അപ്പോൾ തൊണ്ട് കളഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു പകുതി എടുത്ത് ജ്യൂസ് അടിച്ചാൽ മതി. മിക്സിയിലിട്ടിട്ട് ഒന്ന് ജ്യൂസ് ആക്കിയിട്ട് നമ്മൾ സാധാരണ നാരങ്ങൾ ഉണ്ടാക്കില്ലേ, അതുപോലെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് താനും, നല്ലതാണത്. അതുപോലെ തന്നെ ഇത് അച്ചാറിടാനൊക്കെ നല്ലതാണ്. തൊണ്ടിത്തിരി കട്ടിയായതുകൊണ്ട് നമുക്ക് കൈകൊണ്ട് പിടിക്കാൻ കുറച്ച് പ്രയാസം തോന്നും. അതുകൊണ്ട് പലരും വിചാരിക്കും എന്തിനോ കൊള്ളാവുന്ന ഒരു ഉപയോഗം ഇല്ലാന്ന് തോന്നുന്നവരുണ്ടായിരിക്കും. പക്ഷേ അത് നല്ല ഉപകാരപ്പെട്ട ഒരു ഫ്രൂട്ടാണിത്. അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇത് പല ഫ്ലേവറിനും, കേക്കിൻ്റെയും സാലഡ്സിൻ്റെയൊക്കെ ഫ്ലേവറായിട്ട് ഇതിൻ്റെ തൊണ്ട്, അതിൻ്റെ തൊലി ഉപയോഗിക്കാറ്. നല്ലൊരു ഫ്ലേവർ, നല്ലൊരു സ്മെല്ലുള്ളൊരു ഇതാണ് കേട്ടോ. അപ്പോൾ അത് നല്ല ഉപയോഗമുള്ള ഫ്രൂട്ടാണിത്. ഇത് നിറയെ ഉണ്ടാവും എന്നുള്ള പ്രത്യേകത, നിറഞ്ഞുണ്ടാവും കൊലകുത്തി. അപ്പോൾ നമ്മൾ കുറേ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ കുടപ്പൻ നല്ല, പിന്നെ ഞാൻ ഈ പ്ലാന്റ്സ് കാണുമ്പോൾ എനിക്ക് പ്ലാൻ ലവർ ആയതുകൊണ്ട് തന്നെ ഇതൊന്നും കാണുമ്പോൾ എനിക്ക് എടുക്കാണ്ടിരിക്കാൻ തോന്നില്ല, അതുകൊണ്ട് ഇതൊക്കെ അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയതാണ്. ഇത് അബിയു ആണ്. അബിയുവിൽ ഇപ്പോൾ ഫ്രൂട്ടില്ല, ഫ്രൂട്ട് ഓൺലി ഉണ്ടായിരുന്നു, ഇപ്പം നിലവിൽ ഫ്രൂട്ടില്ല കേട്ടോ. പിന്നെ ഇതൊരു ചക്ക, ഇത് ഒരു വെറൈറ്റി ചക്കയാണത്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ നമ്മുടെ വീട്ടിലുള്ളതുപോലെ തന്നെ ഞാൻ ഷോർട്സ് ഇട്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പറമ്പിലും കുറച്ച് മാങ്കോസ്റ്റിനുണ്ട്. അപ്പോൾ മാങ്കോസ്റ്റിൻ വന്നപ്പോൾ ഇതെല്ലാം പഴുത്ത് താഴെ വീണ് പോയി. താഴെ വെച്ചാൽ നല്ലത് തന്നെ, താഴെ വീണ് കിടക്കുന്നത്. അപ്പോൾ അത് പറിച്ചെടുത്തു മാങ്കോസ്റ്റിൻ. പിന്നെ കൂടാതെ നമ്മൾ ഈ ഒരു മഞ്ഞ റംബൂട്ടാൻ, ചുമന്ന റംബൂട്ടാൻ എല്ലായിടത്തും കോമൺ ആണല്ലേ. മഞ്ഞ റംബൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമുള്ള റംബൂട്ടാനാണിത്. ഇത്രയും ഫ്രൂട്ടാണ് നമ്മളിന്ന് കിട്ടിയത്. ഇതാണ് റംബൂട്ടാൻ്റെ മരം. അപ്പോൾ നമ്മൾ ഇത്രയും ഫ്രൂട്ട്സ് പറിച്ചുകൊണ്ടാണ് ഇന്ന് വന്നത്. അതിൽ നമ്മൾ ആദ്യം കണ്ട ചക്കയുണ്ട്, അത് വിയറ്റ്നാം ഏർലിയാണ് കേട്ടോ. നല്ല മധുരമുള്ള ചക്കയാണ് വിയറ്റ്നാം ഏർലി. കണ്ടില്ലേ, ഇതൊക്കെയാണ് നമ്മളിന്ന് പറിച്ച ഫ്രൂട്ട്സ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ ജബോട്ടിക്കാബ അഥവാ മരമുന്തിരിയാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ. മാങ്കോസ്റ്റിനോളി ഷോർട്സ് കാണാത്തവർ അത് കണ്ടു നോക്കണേ. ബൈ.